ചേച്ചി എന്തായാലും സന്തോഷം. നമ്മൾ ഇതുവരെ കണ്ണൂരേടി ഇങ്ങനത്തെ ഫുഡ് നമ്മൾ കഴിച്ചില്ല അല്ലെ അമ്മ? അടിപൊളി സൂപ്പർ ഫുഡ് കേട്ടാ. പൊറോട്ട സൈഡ് ആയിട്ട്. ഹായ് ഫ്രണ്ട്സ്, അപ്പൊ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ. അപ്പൊ നമ്മൾ ഇന്ന് അമ്മ ഒന്ന് പറഞ്ഞു കൊടുക്കമ്മേ. ചേച്ചിന്റെ വീട്ടിൽ എന്തെങ്കിലും പരിപാടി? കല്യാണം. ഇത് അമ്മേന്റെ അനിയത്തി. അമ്മ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കമ്മേ. സീമാന്നാട്ടാ പേര്. ആരവേ ഇത് അച്ഛനെ കാണിക്ക് പറഞ്ഞ അടിപൊളി സീനിയർ ഉണ്ട് കേട്ടോ. എന്നാ രസം. കടലല്ല പുഴയാ അപ്പുറത്തെ സൈഡ്. അച്ഛൻ ഡ്രൈവിങ്ങിലാട്ടാ. നല്ല റോഡ് കിട്ടിയതിന്റെ പൊങ്ങലുള്ള മൂപ്പറ് അടിപൊളിയായിട്ട്. എന്നാ കാഴ്ചകൾ നോക്കി. നമ്മള് രാവിലെ 5 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാട്ടാ. ബ്ലോക്ക് ഉണ്ടായിരുന്നു അത്യാവശ്യം. അപ്പൊ കുറച്ച് ലേറ്റ് ആയി പോയി. ഏകദേശം എത്ര മണിക്കൂറിന് വെച്ചാ അടുത്തേക്ക് കോഴിക്കോടേക്ക്? 1 മണിക്കൂർ. മൊത്തത്തില് 3 മണിക്കൂറില്ലേ? 3 മണിക്കൂർ യാത്ര ഉണ്ട് കേട്ടോ. മൊത്തത്തില് ചെറിയ ബ്ലോക്കും ഉണ്ട്, അതുകൊണ്ട് ലേറ്റ് ആയി പോയി. ചായ കുടിച്ചില്ലല്ലോ? ചായ കുടിച്ചില്ല, വിശക്കുന്നു. നമ്മള് സീമാറ്റി എന്നാ മുണ്ടത്? അപ്പൊ എല്ലാരും ഈ റോഡെല്ലാം നോക്കിയട്ടെ. നമ്മളെ കേരളത്തില് ഇത് മൊത്തം വന്ന എന്നായിക്കച്ച അവസ്ഥ. എന്തുണ്ട് ഓടിക്കാൻ? ഓടിക്കാൻ എന്തുണ്ട്? അടിപൊളിയല്ലേ? ഏതാ റോഡ് നോക്കിയിട്ട് വണ്ടിയിൽ ഇങ്ങനെ പോകുന്നതാണെന്ന് തന്നെ ഭയങ്കര ഒരു ഡ്രോണിന്റെ കാറിന്റെ വീഡിയോ എടുക്കുകയായിരുന്നു അല്ലേ മേ? അടിപൊളിയായിട്ട് എടുക്കുകയായിരുന്നു. അപ്പൊ ഇതാ നമ്മള് വരുന്ന ഇതാ അമ്മക്ക് ചായ കുടിക്കാൻ കഴിക്കുന്നുണ്ട്. ആരവേ വണ്ടിയിൽ ഇരുന്ന് ഭ്രാന്തായ? ചായ കുടിക്കാൻ. ഇപ്പൊ നമ്മള് നല്ല നമ്മളെ കണ്ണൂർ സ്റ്റൈലില് നല്ല എന്തായാലും ഇതല്ലേ കള്ളപ്പോ? മണല്ലേ? മണമുണ്ട്. മണമുണ്ട്. കള്ളിന്റെ മണമുണ്ട്. ഇത് കള്ളപ്പോ. ഇവരുടെ എന്താ വെച്ചിന്ന് പറയാ? വെള്ളയപ്പം. കള്ളപ്പം വെള്ളയപ്പം. നല്ല പൊറോട്ട ഇവര് വരട്ടുണ്ട് കേട്ടാ. ചൂട് പൊറോട്ട. മീൻകറി ഉണ്ട്. വേറെന്താ കറി പറഞ്ഞേ? പച്ചക്കറിയും വരട്ടുണ്ട് കേട്ടാ. ഇത് ഏടിയ സ്ഥലം ഒന്നും ഒന്നാറില്ല. ഇത് ഏടിയ സ്ഥലം വെച്ചാ കുന്നമംഗല. കുന്നമംഗലം എത്തിയില്ല. അങ്ങനത്തെ ഏടിയോ. അപ്പൊ നമ്മളിതാ കുറച്ച് മീൻകറി എടുത്ത് ഒന്ന് പാകത്തിന് നോക്കിയിട്ടുണ്ടോ? 200 അച്ഛനൊന്നും അറിഞ്ഞില്ലല്ലോ. അഭിപ്രായം? പൊറോട്ട സൂപ്പർ ആട്ടാ. നല്ല മൊരിഞ്ഞ പൊറോട്ട. അപ്പൊ നമുക്ക് പൊറോട്ടയും ടേസ്റ്റ് ചെയ്തോട്ടെ. ഈ കടേന്റെ പേരിലൊന്ന് പറഞ്ഞു കൊടുക്കേ. എവിടെ സ്ഥലം എന്ന് പറഞ്ഞു കൊടുക്കേ? എവിടാ? കോഴിക്കോട് ഇല്ല കേട്ടോ. നമ്മള് കണ്ണൂരിൽ അഭിനയിച്ചൂടെ? ഓക്കെ. പൊറോട്ട അടിപൊളി പറയുന്നത് കേട്ടോ. കുറച്ച് കറി നോക്കട്ടെ. പൊറോട്ട സൂപ്പർ. സത്യമായി സൂപ്പർ പൊറോട്ട സൂപ്പർ. അപ്പൊ അനക്കിതാ ഇത് വേണ്ട കേട്ടാ. അപ്പൊ ഇത് ഞാൻ അനിയന് കൊടുക്കലേ ഒരു പൊറോട്ട അച്ഛൻ കേട്ടാ. പൊറോട്ട സൂപ്പർ. എന്നാച്ചാറി ബാജി. അച്ഛന് മത്സ്യമാംസങ്ങളോടൊന്നും വലിയ താല്പര്യമില്ല കേട്ടാ. അപ്പൊ നമ്മളെ പൊറോട്ട ഉണ്ട്. ചായ എടുത്ത് വെച്ചു. എല്ലാവർക്കും ചായ പറ്റുണ്ട്. നല്ല സൂപ്പർ പൊറോട്ട കേട്ടോ. ഒരു തിക്നെസ്സും ഇല്ല, നൈസിലേക്ക് വരുന്നുണ്ട്. ഇതാ സൂപ്പർ. കറി എന്നല്ലേ? കറി നമുക്ക് മീൻകറിയിൽ മുക്കിയിട്ട് തന്നെ ഒന്ന് അടിച്ചു കൊടുക്കാം. പൊറോട്ടക്ക് കറിയൊന്നും വേണ്ട. ചൂടോടെ അത് അച്ഛൻ തന്നെ പറയുന്നുണ്ട്. അച്ഛൻ അങ്ങനെ പറയുന്ന ആളല്ല. അച്ഛൻ പറയുന്നുണ്ട് കോഴിക്കോട് വരുന്ന പറയാ. കോഴിക്കോട് വരുന്നവരെല്ലാം ഇടാം കയറിക്കോട്ടാ. സൂപ്പർ ഫുഡ്. പൊറോട്ട സൂപ്പർ. ചെറിയ ഹോട്ടൽ നന്നാലും അടിപൊളി ഫുഡ്. പൊറോട്ട പോലെ തന്നെ ഇതാ ഇവിടുത്തെ ഒരു അടിപൊളി സാധനം കേട്ടോ. മീൻകറി കുഴപ്പമില്ല. അതിനെക്കാട്ടി രസം പൊറോട്ടയും പിന്നെ ഇതെന്ന് വെച്ച് കറി ബാജി കറി അല്ലേ? ബാജി കറി കേട്ടോ. സൂപ്പർ. കണ്ണൂർ ഇതേപോലത്തെ ഒരു ഫുഡ് കഴിക്കില്ല. പ്രമാച്ചനും വേറെ ഒന്നല്ല, ഉള്ളത് അറിയാം. അടിപൊളി പൊറോട്ട കഴിക്കും. സൂപ്പർ. അച്ഛനും ഇഷ്ടപ്പെട്ടു. നല്ല കറിയും ബാജിക്കറി സൂപ്പർ. 2 സൂപ്പർ. അങ്ങനെ ഹോട്ടലിൽ കയറി ഇറങ്ങി എവിടെ
അപ്പൊ നമ്മളെ ചായയും വന്നിട്ടുണ്ട് കേട്ടോ. നമ്മള് ചായ കുടിക്കുന്ന സമയം കൊണ്ട് നമ്മൾ ഏച്ചി നമ്മളെ പേജലെടുത്ത് ചേച്ചിയുടെ പേരെന്ന് പറഞ്ഞെടുത്തേ എന്താണ്? അഷീക. ആ ഓക്കെ. കൊറേ വർഷമായി ഇവിടെ? 1 വർഷമായിരുന്നല്ലോ അല്ലേ? മേമ ചായ സൂപ്പർ ചായടാ. അച്ഛൻ ഇങ്ങനെ നല്ലത് പറയുന്ന ഇതല്ല കേട്ടാ. അച്ഛനെന്താ പിടിച്ചുപോയി. നല്ല ചായ. ചെക്കനത് ആദ്യം പൊറോട്ട വന്നിട്ട് ഒരു പൊറോട്ട തീർത്ത്, ഒരു പൊറോട്ട ഇഷ്ടം വെച്ച് തീർത്തിട്ടാ. ആ ഇൻസ്റ്റാഗ്രാം ചേച്ചി എന്തായാലും സന്തോഷം. നമ്മൾ ഇതുവരെ കണ്ണൂർ വേണ്ടി ഇങ്ങനത്തെ ഫുഡ് നമ്മൾ കഴിച്ചില്ല അല്ലേ അമ്മ? അടിപൊളി സൂപ്പർ ഫുഡ് കേട്ടോ. പൊറോട്ടയാണ് സൈഡ് വെച്ചിട്ട്. അപ്പോൾ നമ്മൾ പറയാം എല്ലാവരും വീഡിയോ കാണുന്ന എല്ലാവരും കോഴിക്കോടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും ജസ്റ്റ് ഇവിടത്തേക്ക് വരും. ഇവിടുത്തെ പൊറോട്ടയും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടെ. അപ്പോൾ ഓക്കെ ശരി കാണാം. അത് ഇപ്പൊ നമ്മൾ ആടുന്ന് പുറത്തുനിന്ന് ബൈപ്പാസ് എഴുതിയിട്ടുണ്ടെങ്കിൽ അന്നേക്ക് അവസ്ഥ. ഇപ്പൊ നമ്മളെ അമ്മ അവിടെ ഇലവെന്ന് പറയാന്നാല് അടിപൊളിയല്ലേ? കൊടലെന്ന് പറഞ്ഞ് സൂപ്പർ. അപ്പൊ ഇത് കാത്തുക്കുന്നുണ്ടായിരുന്നു. നമ്മള് പുറത്തൊരു ഹോട്ടലിൽ കയറി. അടുത്തെ നമ്മൾ അരമണിക്കൂർ ഏകദേശം ഇരുന്ന് ബില്ല് തിരക്കുന്നുണ്ടായില്ല. എന്നിട്ട് അവർ മൈൻഡ് ആക്കുന്നില്ല. എന്നിട്ട് വൈ ഓർഡർ എടുക്കാൻ വേണ്ടി വന്ന്, ഹോട്ടലിന്റെ പേരൊന്നും പറയുന്നില്ല, ഓർഡർ എടുക്കാൻ വേണ്ടി വന്ന്. എന്നിട്ട് വന്നതിനെ നടക്കുന്ന അയാൾ അങ്ങ് പോയി പെട്ടെന്ന്. ഓർഡർ എടുത്ത് പകുതി പറഞ്ഞില്ല, നമ്മള് ഒന്നും പറഞ്ഞില്ല ഫുള്ളായിട്ട്. അപ്പോഴത്തേക്ക് അയാൾ അങ്ങ് പോയി. പിന്നെ അയാൾ വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി വന്നു. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ ഇങ്ങോട്ടെത്തി ബസ്സിനിട്ട് സഹിക്കാൻ ആയിട്ട് ഇവിടെ ഒരു ഹോട്ടലിൽ കയറിയതാ. നോക്കുമ്പോൾ സൂപ്പർ ഹോട്ടൽ കേട്ടാ. ചെറിയ ഹോട്ടലാണ്, റോഡ് സൈഡിൽ. കാണാനും മാത്രമൊന്നുമില്ല, എന്നാൽ സൂപ്പർ. നല്ല വൃത്തിയുണ്ടല്ലേ മേ? ആഴ്ച ഒറ്റക്കാ നടത്തുന്നു. പിന്നെ ഒരു കൂട്ടിനൊരു ബംഗാളി ഉണ്ട് കേട്ടാ. ഓരാണ് പൊറോട്ട അടിക്കും. സൂപ്പർ.